നമസ്കാരം, ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ നിരന്നിരിക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ ആവശ്യമായിട്ടാണ് അല്ലേ? അതെ, ഒരു കള്ളക്കല്യാണ വീടാണ്. കള്ളക്കല്യാണ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടീഷ്യനെയാണ് നമ്മൾ പറ്റിക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് ഇന്നൊരു ബ്യൂട്ടീഷ്യൻ പെണ്ണിനെ ഒരുക്കാൻ വരാം എന്ന് ഏറ്റിട്ട് വന്നില്ല, പകരം പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, സ്വന്തം ഭർത്താവ് തന്നെയാണ്. ഇത് എൻ്റെ മകൻ, തലതിരിഞ്ഞ മകൻ. ഇത് എൻ്റെ മകൾ സുന്ദരിയൊക്കെ ആണെങ്കിലും 4 കല്യാണം മുടക്കിയത് വേറെ ആരുമല്ല, എൻ്റെ മോൻ തന്നെയാണ്. അങ്ങനെ ഒരു സംഭവത്തിലിരിക്കുമ്പോൾ എന്നെ സഹായിക്കാനായി ഇദ്ദേഹം വരിക. ഇദ്ദേഹം മുഖേനയാണ് ഈ കല്യാണം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മണവാട്ടിയും കൊണ്ട് നമ്മൾ ഡ്രസ്സിംഗ് റൂമിലോട്ട് പോവുകയാണ് അല്ലേ? ബ്യൂട്ടീഷ്യൻ വരും, വന്ന ഉടനെ നമുക്ക് ബാക്കി അംഗം കാണാം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? കാണാം. ഇത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട കുടുംബമാണ്. ഇവരിപ്പോൾ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്നുള്ളൂ. മേക്കപ്പ് ഇവിടെ ഒന്ന് ലോക്കൽ ഏൽപ്പിച്ചതായിരുന്നു. മാമ മേക്കപ്പ് ഏൽപ്പിച്ച എവിടെയാ? ആള് വന്നിരിക്കുന്നടാ. ഫോട്ടോ എടുക്കണമെന്ന്. ഫോട്ടോ എടുക്കുക, അതൊക്കെ പിന്നീട് ആദ്യം അച്ഛൻ പറയുന്നത് കയറി നിൽക്കി. ഫോട്ടോ എടുത്ത് 2 ഫോട്ടോ എവിടെ പറയണത്? ഇതിനകത്ത് കയറുന്നത് എല്ലാത്തിനും ഇങ്ങനെ ഞാൻ പറയണ കേൾക്കണ്ട. ഒരു ഐശ്വര്യമുള്ള ഒരു കാര്യം നടക്കാണ്. നീ ആപ്പിച്ചത് തന്നെ ബ്യൂട്ടീഷ്യൻ ഇപ്പൊ എവിടെ പോയി? പയ്യ ഇല്ലായിരുന്നെങ്കിൽ ബ്യൂട്ടീഷ്യൻ എവിടെ പോയി? ബ്യൂട്ടീഷ്യൻ വരമെന്ന് പറഞ്ഞില്ലേ? നീ എന്റെ കാര്യം അതിനുമ്പ് വേറെ ബ്യൂട്ടീഷ്യനെ വിളിക്കാൻ പറഞ്ഞാൽ നീ എന്റെ കാര്യം നോക്കി പോടാ. ഒരു ബ്യൂട്ടീഷ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യൻ വരും. അത് ഇതിനകത്ത് സ്വർണവും കാര്യങ്ങളൊക്കെയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊണ്ടുപോകും. എന്റെ പേര് എന്നെ തലയിൽ വെച്ചോ. ആൾക്കാർ മുമ്പ് വെച്ചോണ്ട് എന്നെ തലയിൽ കഴിഞ്ഞോട്ടാ. എന്താ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടാ. കല്യാണം നടക്കട്ടാ. മേക്കപ്പിന് ആള് വന്നിട്ടുണ്ട്. മക്കളെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാൻ ആള് വരും. വരൂല, ഇനി ആളിനെ നോക്കിയിട്ട് ദൈവത്തെ നമുക്ക് മാറില്ല. ഇപ്പൊ ഈ കല്യാണത്തിന് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. നീ ഇടപെടണ്ട, നീ പോ. നീ ആ കൊച്ചിനെ വിളി. ആ കൊച്ചിനെ വിളിച്ചത് നിങ്ങൾ വിളിക്കാൻ പറഞ്ഞ ആള് വന്നില്ല. 6 മണിക്ക് പോകേണ്ടതാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടെ. മോള് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് മേശപ്പുറത്ത് വെച്ചാൽ അറിയാലോ നിന്റെ ചേട്ടയുടെ സ്വഭാവം. മണവാട്ടിൽ നിന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവര് പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യങ്ങള് ഇതാ സന്തോഷമായിട്ട് കേട്ടോ, സന്തോഷമായിട്ട് മോളെ. ഞങ്ങളുടെ കുറെ നേരം കൊണ്ട് സന്തോഷം വേറെ കാര്യങ്ങളുണ്ട്. പണി എത്രയെന്നറിയാം? മണ്ഡപത്തിൽ പോകാൻ സമയമായി. സന്തോഷിച്ചേക്ക്. ഓരോരുത്തവർ വരണവും വരില്ല, അവന്മാരെ തോന്നിവാസം. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്കാന്ന് പറയുന്നത്. അയ്യോ, ഫോട്ടോ എടുത്ത് തീർന്നില്ലേ? പെട്ടെന്ന് ആവട്ടെ, പോവാൻ സമയമായി. ബ്യൂട്ടീഷ്യൻ വരും, ഞാൻ കൊണ്ടുവരുന്ന ബ്യൂട്ടീഷ്യൻ വരും. എന്നിട്ട് ചെയ്താൽ എന്തോ മനുഷ്യ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ആള് വരും. കണ്ണാടി ഇല്ലാതെ, മിറർ ഇല്ലാതെ ബ്യൂട്ടീഷ്യന് പറ്റൂല മേക്കപ്പ് ചെയ്യാൻ. ആ കണ്ണാടി എടുക്കരുത്. എൻ്റെ ബ്യൂട്ടീഷ്യൻ തന്നു വിട്ടാണ് അവിടെ. ആ കണ്ണാടി എടുക്കണ്ട. ഇവര് കണ്ണാടി ഉണ്ടെന്ന് ചെയ്താൽ ആ കണ്ണാടി എന്റെ ചേട്ടാ ഒന്ന് മേക്കപ്പ് ചെയ്തോട്ടെ, ഒന്ന് തന്നേ. അവര് വച്ചിട്ട് പോയ കണ്ണാടി കല്യാണം നടക്കുന്നതാണ് ആഗ്രഹം. ഇവിടെ വഴക്കുണ്ടാക്കാനാണ് ആഗ്രഹം. പിന്നെ വല്ലവരെയും കണ്ണാടി എടുത്തിട്ടാണ്. വല്ലവരെ കണ്ണാടി നോക്കി കണ്ണാടി തേഞ്ഞൊന്നും പോകില്ല. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. 10 മിനിറ്റ് അതിന് താമസിക്കില്ല. വെള്ളം എടുത്ത് കുടിച്ചിട്ട് നിന്ന് മേക്കപ്പ് ചെയ്താൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടി. വെള്ളം കുടിക്കും. ചില വെള്ളം കുടിച്ചിട്ട് അത് ഇഷ്ടമില്ലാതെ പറയാം. കല്യാണം വീട്ടിൽ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. കുടിക്കും. ശാലം കുടിക്കും. ഇല്ല, ശകലം കുടിച്ചാൽ പറ്റും. ശാലം കുടിക്കും. കുടിക്കാൻ ശകലം കുടിക്കാൻ പറഞ്ഞില്ല. ശാലം കുടിക്കും. നീ കുടിക്കും.
ഞാൻ കുടിക്കും. കല്യാണ വീട്ടിൽ വന്നിട്ട് കുടിക്കാതിരിക്കുക. നിങ്ങൾ ഈ കല്യാണം നടത്താൻ സമ്മതിക്കൂ? പിന്നെ അച്ഛാ വീട്ടിൽ വന്നിട്ട് വെള്ളം കൊടുത്തില്ല എന്ന് പറയില്ലേ? വെള്ളം കുടിച്ചില്ല എന്ന് പറയില്ലേ? കല്യാണം നടത്താനാണ് ഇവിടെ ആ, അത് നോക്കണം, തന്നെ. അല്ലാതെ അത് മുടക്കാനാട്ടെ. ഇങ്ങോട്ട് വാ. ഓ, എന്റെ ചേട്ടനാണെന്നേ പറയണ്ട. ചേട്ടൻ അച്ഛനും കൂടെ ചേരില്ല, അതാണ് പ്രശ്നം. ചേട്ടാ ചേട്ടാ മുഖം ഒന്ന് കഴുകണോ? എവിടെ കഴുകുന്നേ? ഇയാളെ ഓരോ പിള്ളേരെ ഞാൻ വെളിയിൽ പറക്കി വിട്ടുകൊണ്ടിരിക്കും, ഇയാളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇയാൾക്ക് എന്തെങ്കിലും അസുഖമായി പിള്ളേർ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. എന്റെ ചേട്ടാ എനിക്ക് മുഖം ഒന്ന് കഴുകണം. ഇവിടെ നീ ഒന്ന് കഴിയിട്ട് വാ. ഇവിടെ ഞാനും അവളും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ, കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഇതിനൊക്കെ. എന്നെ അച്ഛന് ഒട്ടും വിശ്വാസമില്ല, എല്ലാം മുടക്കിക്കണേ ഞാനാണ്. ഇതിപ്പോൾ 4ാമത്തെ കല്യാണം, ആദ്യത്തിന് 3 മുടങ്ങി. ഇതെങ്കിലും നടത്തണമെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കൂടെ നിൽക്കുന്നത്. എടാ ഇത്തിരി സമയം എടുക്കും, നീ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി പിടിക്കാതെ. ഉപദ്രവിക്കാതെ. എന്നെ എത്രയും നാൾ ഉപദ്രവിച്ചത് പോലെ നീ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ. ഞാൻ പറഞ്ഞ ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നെങ്കിൽ എപ്പോഴും ഇത് തീർന്നേ. അതിനേക്കാളും നല്ല ആള് തന്നെ ഇത്. ആര് പറഞ്ഞു? എടാ നീ ഒന്ന് ഒരു ബ്യൂട്ടി പാർലർ നടത്തണ, മറ്റത് അങ്ങനെയല്ല. നീ എനിക്ക് പാരമ്പര്യമായിട്ട് അവർ ബ്യൂട്ടീഷ്യനാണ്, അവർ കുടുംബം. അന്ന് മുതൽ നീ എനിക്ക് ദ്രോഹമാണ്. നീ ഒന്ന് ഇറങ്ങി നില്ലടാ. പിന്നെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ള? പിന്നെ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ചെയ്യാതെ പോവോ? ചെയ്യാതെ പോവോ? വെള്ളം അടിച്ചു പറഞ്ഞത് പിന്നെ ഇവിടെ ചെയ്യാതെ പോവോ? ആരെങ്കിലും വന്നിട്ട് കൊള്ളാലോ. വരും, ഇപ്പൊ വരും. അപ്പൊ നാളെ 12-നും 11:30-ക്കും 12:30-ക്കും അകത്തോടെ മുഹൂർത്തം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വരുമല്ലോ അവര്. അവര് വന്നാ മതിയല്ലോ, വന്നിട്ട് തിന്നിട്ട് അങ്ങ് പോണം. ഇത് കംപ്ലീറ്റ് ചെയ്യാതെ പോവാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ വന്നിട്ട് ഇത് ചെയ്യാതെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിളിച്ച ബ്യൂട്ടീഷ്യന് പകരമാണ് നിങ്ങൾ വന്നത്. ചേട്ടാ ഇത് എന്റെ നിങ്ങൾ ദേഷ്യപ്പെടല്ല, അവര് ചെയ്തോട്ടെ. ഇത് കുടിച്ച് തീർത്തിട്ട് നിൽക്കും. വിടറേ കുടിച്ചോട്ടെ. കുടിക്കത് ഇത് കുടിക്കേ. അത് കുടിച്ചിട്ട് തീർന്നാ മതി. വെള്ളം തന്ന് കുടിച്ചിട്ട് തന്നാ മതി എന്ന് പറഞ്ഞല്ലോ. കുടിക്ക്. അത് കുടിച്ചിട്ട് തറ വെച്ചാൽ ഇപ്പം നോക്കാം. ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് ഈ സാധനം എല്ലാം കൂടെ എടുത്ത് ഞാൻ വെളിയിലോട്ട് എറിയും. അത് ഇനി അവിടെ വെച്ചാൽ ഇനി ഞാൻ എടുത്തു തരും. കംപ്ലീറ്റ് കുടിച്ചിട്ട് വയ്ക്കണം പറ്റും. കുടിച്ച് തീർത്തിട്ടും മണ്ഡപത്തിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. പിന്നെ സാധാരണ ഈ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ബ്യൂട്ടീഷ്യന്മാരാണ് സാധാരണ ആദ്യം ഗിഫ്റ്റ് കൊടുത്തിട്ട് കയറി മേക്കപ്പ് ചെയ്യണം എല്ലാത്തിടത്തും. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെ. ഇവിടെ ഒന്നുമില്ലാതെ കുറച്ച് പെട്ടിയും പാത്രമൊക്കെ പറക്കി കൊണ്ടിങ്ങ് വന്നു. അത് കേട്ടെ, എത്ര രൂപ വാങ്ങും? മേക്കപ്പിന് എത്ര രൂപ? ഒന്നും അങ്ങനെ ഓസിന് ഇവിടെ ഉണ്ടാക്കണ്ട. അങ്ങനെ ഓസിന് ഇവിടെ ആരും ചെയ്യണ്ട. ഈ കോപ്പെല്ലാം കൂടെ ഞാൻ ഇപ്പം വെളിയിക്കണം. അങ്ങനെ ഓസിന് ഇവിടെ ഒന്നും ചെയ്യണ്ട. പൈസ അങ്ങനെ അല്ല, അങ്ങനെ പറയാം. എത്ര രൂപ വേണമെന്ന് പറയാം. എത്ര വേണം? അങ്ങനെ ഇവിടെ പറയണോ? എത്ര രൂപ വേണം? ഇതെല്ലാം കൂടെ ഞാൻ എടുത്ത് വെളിയിൽ കൊണ്ടുവരും. 10,000. അച്ചോ അവിടെ അതിനൊന്നും കാര്യമല്ല. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ച് തുടച്ചാൽ പിന്നെ അത് പോകാനല്ലേ ഉള്ളൂ. ചേട്ടാ നിങ്ങൾ എന്തോ കാണിക്കുന്നേ? ഇങ്ങനെ അങ്ങ് തുടയ്ക്കാനുള്ളതിന് ആ കണ്ണ് ഞാൻ തുടച്ച് കളയട്ടെ. കരി അത്രയും പോയടി. നിന്റെ മുഖം മൊത്തം ഇല്ലാതായാലടി കണ്ണിലൊക്കെ. നീ എന്തിനു കരയുമ്പോഴല്ലേ ഇങ്ങനെ കരി കണ്ണിൽ പടരണത്? അവിടെയൊക്കെ ചോന്നിരിക്കുന്നു. അച്ചോ
അതിന് അവളെ കണ്ണാടി വേണം, മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കണ്ണാടി ഇതിന് വേണം അല്ലേ? ചേട്ടൻ കാരണം ഇവിടെ മൊത്തം സ്പ്രെഡായി. ഇപ്പൊ സമാധാനമായോ? അതിനൊന്നും കാര്യമില്ല. ഇതാ എന്റെ തുടച്ചു തന്നാ പോലെ തുടച്ചാ മതിയല്ലേ? തുടച്ചോളെ, അതിനിപ്പോ പേടിക്കാൻ തിരിക്കണേ. ഇത് തുടച്ചിടന്നാ പോരെ? താൻ ഒരു മിനിറ്റ് കണ്ണ് നടച്ചിരിക്കും, എപ്പോഴെങ്കിലും നടച്ചു തന്നാലേ എനിക്ക്. നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ചാൽ ഇതൊക്കെ സംഭവിക്കും. ₹150 സാധനം കൊണ്ടിട്ടിട്ടാണ് 10,000 രൂപ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് പോണത്. ഇതിൻ്റെ വില ₹150. അച്ഛാ, നിങ്ങൾ മാത്രമാണ് ഇത് തിന്ന് തീർക്കണത്? ഞാൻ അല്ലാതെ പിന്നെ നിന്റെ അപ്പം വന്ന് തിന്നോളാ. ഇത് തിന്നാനായിട്ട് എനിക്ക് വിഷമം കയറിയിട്ടുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റില്ലാതെ. പണ്ടേ അച്ഛന് വിഷമം കയറുമ്പോ ആഹാരത്തിനോട് ഭയങ്കര ആർത്തിയാണ്. ഈ തിന്ന് കേക്ക് അത്രയും തിന്ന് അത് കഴിക്കും. തൊണ്ടേ കുരുങ്ങി ചാവാതെ കഴിച്ചിട്ട് സംസാരിക്കും. അച്ഛാ, അച്ഛാ, മുഖം ചൊറിയുന്നു. അച്ഛാ, ഇതൊക്കെ എന്താ സാധനങ്ങളെ കൊണ്ടിട്ട് അവക്ക് ചൊറിയണം? അച്ഛാ, അവന് മുഖം ചൊറിയണമെന്ന് അതുകൊണ്ട് എനിക്ക് അലർജി ഉണ്ട്. അപ്പൊ അതാന്നറിയില്ല, മുഖം ഇപ്പൊ ചൊറിച്ചിലൂടെ. ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ. പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനം അല്ലേ ഇത്? ഡേറ്റ് കഴിഞ്ഞ സാധനം നീ കണ്ടാടാ? ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാരി ഇവിടെ ഇട്ടിട്ട്, ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാരി ഇട്ടിട്ട് ഇവിടെ. നിനക്ക് എന്താ അവളെ മോൻ ചൊറിയണമെന്ന്. മുഖം എന്താ അവളെ മോൻ ചൊറിയണം ചോദിച്ചു നോക്കി. അത് അവക്ക് നേരത്തെ അലർജി ഉള്ളതല്ലേ? തുണക്കടി അതൊക്കെ ചേട്ടാ വേണ്ട, മര്യാദക്കടി അല്ല തുണക്കടി. ഉണ്ടാക്കിയാൽ മതി. നശിപ്പിച്ച് ഇവിടെ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. ഇവിടെ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. മേക്കപ്പ് ചെയ്യണ്ട. മേക്കപ്പ് ചെയ്യണ്ട. ഒരു സാധനം ചെയ്യണ്ട. ഇവിടെ ഒരു സാധനം ചെയ്യണ്ട. അവിടെ മോഹൻ ചൊറിയണമെന്ന് പറഞ്ഞാൽ ചൊറിയണം. വേണ്ട, ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ മേക്കപ്പ് ചെയ്യണ്ട. ഒരു കോപ്പം ചെയ്യണ്ട പറഞ്ഞ കോപ്പം ചെയ്യണ്ട. പിന്നെ നീ എന്താ എന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യണം? നീ എന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യണം? നീ എന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? നീ എന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? നീ എന്നെ എന്ത് ചെയ്യും? ഇവിടെ കോപ്പം ചെയ്യണ്ട, കോപ്പം ചെയ്യണ്ട. ഇവിടെ കോപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞു ചെയ്യണ്ട. വിളിച്ചാ 25 നിനക്ക് കോപ്പെടുത്തി തരും. കോപ്പ് പൈസ ഞാൻ ചേട്ടനാ ചേട്ടൻ എന്താ കൊടുക്കും? നീ നിനക്ക് കൊടുക്കും. നീ എന്തേടാ എന്നെ നീ ഇവിടെ വന്ന് നടന്നിട്ട് ആളാണ്. എവിടെ നാളാണ്? നീ എന്താടാ കാണിക്കുന്നത്? പൈസ ഞാൻ തരാം. നിങ്ങൾ ആ കൊച്ചിനൊന്ന് റെഡിയാക്കി മോളെ. നമ്മളെ വിധി ഇങ്ങനെ ആയിപ്പോയി മക്കളെ. നമ്മളെ വിധി ഇങ്ങനെ ആയിപ്പോയി. നശിപ്പിക്കാൻ ഉണ്ടായവനാണ്, നശിപ്പിക്കാൻ ഉണ്ടായത്. ഇവിടെ വന്ന് ഒരുത്തി ചൂടായിട്ട് പോകും. എന്താടാ നീ എന്താണ് ഓടാങ്ങോട്ടാടി ഞാൻ കുറേ ഇറങ്ങി. നിങ്ങളിങ്ങനെ നോക്കി
വിടിറക്കി. വിടിറക്കി. നീ കൊല്ലും. മാനസികമായിട്ട് കുഴപ്പം ഞാൻ മാറ്റാന്നേ. നീ ഇവിടെ നിന്ന് പോകണം. എന്നെ അടിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോകും. അങ്ങനെ പോകാൻ കാണി. എന്റെ മോളെ ഒന്ന് വേഗം ചെയ്തിട്ട് പോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ കല്യാണം, എന്റെ കൊച്ചിന്റെ കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊന്നും പോണ കാണണേ. ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും. നീ ഉപദ്രവം ഉണ്ടാകരുത്. നീ കഴിഞ്ഞ 4 കല്യാണം മുടക്കിയതുപോലെ ഈ കല്യാണം മുടക്കാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ കേട്ടല്ല. നിങ്ങൾ അമ്മാമാരായിട്ട് നമ്മുടെ എനിക്ക് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിനക്ക് നീ വച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? മേത്തോട്ടാ ഇവിടെ ആരും ഒറ്റനും വരില്ല. പോവാൻ പറ്റൂല. പറ്റൂല പോവാൻ. പോവാൻ പറ്റൂല. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ പോണോന്നോ? അവിടെ പോണോ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ കല്യാണം എന്നാ നീ ഒന്ന് മാറിപ്പോളെ. എടുത്ത് പോവില്ല. എവിടെ പോണ്? എവിടെ പോണ്? എവിടെ പോണ്? ഇവിടുന്ന് പോവില്ല. ഇവിടുന്ന് പോവില്ല. ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞില്ല. പോവില്ല എന്ന് പറഞ്ഞില്ല. ഇവിടുന്ന് പോവില്ല. ഇല്ല, ഇവിടുന്ന് പോവില്ല. പോവില്ല എന്ന് പറഞ്ഞില്ലേ? അവളെ മേക്കപ്പ് ചെയ്യാൻ പോവില്ല. എന്നിട്ട് ചെയ്യാത്തത് 10,000 രൂപ വാങ്ങിച്ചോണ്ട് സഹോദരൻ ഇവിടെ കൂടെ നിന്നാ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ആര് പറഞ്ഞു? ഇവിടെ അങ്ങനെയൊക്കെ ലാഭം. ഇവിടെ അങ്ങനെ ആങ്ങളല്ല പെങ്ങളാ. ഇനി അതിന് സംശയം ഉണ്ടോ? എന്തേ ഞാൻ പെങ്ങളാണെന്ന് സംശയം, ആണുങ്ങളാണെന്ന് സംശയം? എന്താ സംശയം? പിന്നെ ഈ ചുള്ളിക്കൈയിലെ ചൂടല്ലേ? കയ്യിലല്ലേ ചൂട്? പിന്നെ എന്നെ വരട്ടണ. എന്നെ വരട്ടണ. എന്നെ വരട്ടണ. ഞാൻ ആരായോടെ? നീ എന്നെ വരട്ടണ. ചവിട്ടി കൂട്ടി. ഞാൻ ഇവിടെ ചവിട്ടി കൂട്ടി. ഒരു ചവിട്ടി കൂട്ടിലേ ഉള്ളത്. കല്യാണം നടത്താൻ നടക്കണല്ല. ഞാൻ കല്യാണം നടക്കാൻ നടക്കണില്ല. ഓ മൈ ഗോഡ് എന്നുള്ള ഒരു കോമഡി പ്രോഗ്രാം ആണ് കൗമുദി ടിവി. വെരി സോറി ചേച്ചി. മനസ്സിലായില്ല? ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ കൗമുദി ടിവിയുടെ ഒരു കോമഡി പ്രോഗ്രാമാണ് ഇത്. ഹസ്ബൻഡാണ് ഇതിന്റെ. എവിടെ ഇതാണ് ആള്. എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചായിരുന്നു. കാരണം ഒരു കല്യാണ വീട്ടിൽ നടക്കൂലല്ലോ. പേര് ഷീ അല്ലേ? ഷീ എന്നാണോ വീട്ടിൻ്റെ പേര്? ഷിജി എന്നാണ് എല്ലാവരും ഷിമോൾ എന്ന് വിളിക്കുന്നു. ഹസ്ബൻഡ് അത് ഷീ മാത്രം ഷോർട്ടാക്കി അല്ലേ? സ്നേഹപൂർവ്വം. ഇത് എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും പൊതുവെ ഷീ എന്നാണ് അറിയണത്. ബ്യൂട്ടി പാർലർ ഇട്ടേക്കാണ്. എവിടെ ഇട്ടേക്കുന്നത്? മൂവാറ്റുപുഴ പിഒ ജംഗ്ഷൻ. ആൾക്ക് വരുന്നുണ്ടോ? ഉണ്ട്. ഇതേപോലെ ബഹളം വല്ലതും കാണിക്കാറുണ്ടോ? ഇല്ലല്ലേ? ആദ്യത്തെ അനുഭവം അല്ലേ ഇത്? കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു, കോമഡി പ്രോഗ്രാമായിരുന്നു. ഇതിന് ഇവിടെ കൊണ്ട് എത്തിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ സ്വന്തം ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം എങ്ങനെ സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. അതായത് ഇങ്ങനെ അടിപൊളിയായി മാറിയല്ലേ അല്ലേ? സ്പോർട്സ്മാൻ അതെല്ലാം കൂടെ തെറ്റില്ല. എന്തോ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. എന്തായിരുന്നാലും
കൂടുതൽ സന്തോഷം വരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉള്ള സന്തോഷത്തിനേക്കാളും കൂടുതൽ സന്തോഷം വരാൻ വേണ്ടിയിട്ട് കൗമുദി TV നൽകുന്ന സമ്മാനങ്ങളുണ്ട്. കെനഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. സ്വപ്നസുന്ദരമായ സുഗന്ധരിക്ക് ഫോർബിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, വൈവിധ്യ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം, ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം. ഇപ്പോൾ കൂടുതൽ സന്തോഷമായോ? അപ്പോൾ ഇതുപോലുള്ള കുറേ വർക്കുകൾ ഇതുപോലെയല്ല, ഇതിനേക്കാളും നല്ല നല്ല വർക്കുകൾ, നല്ല അതെ നല്ല നല്ല വർക്കുകൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷപൂർവ്വം പറയാം, ഓ മൈ ഗോഡ്. Oh my God.